ഹലോ ഫ്രണ്ട്സ്, ഇന്നും ഉച്ചയ്ക്ക് തന്നെയാണ് കേട്ടോ. അപ്പം എന്നും ഉച്ചയ്ക്ക് എന്താണെന്ന് വിചാരിക്കേണ്ട, നമ്മൾ വൈകുന്നേരം ഉച്ചയ്ക്കാണ് നമുക്ക് ഫ്രീ ആയിട്ട് പറ്റുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് ഫുഡ് ട്രക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അതിൻ്റെ ബഹളവും തിരക്കും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ പോകാൻ വേണ്ടിയിട്ട് തന്നെ ഉച്ചയ്ക്ക് ആവും. അപ്പോൾ ആ സമയം ഉച്ചയുടെ മുന്നേ പോവും. അപ്പോൾ ആ സമയം പൂച്ച അപ്പോൾ ആ സമയത്താണ്, അത് കഴിഞ്ഞിട്ട് ഫ്രീ ആകുമ്പോഴാണ് പിന്നെ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേത് ഞാൻ ഈ ക്യാമറ വീഡിയോ പിടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പരിപാടി നടക്കില്ല, അവർക്ക് കറക്റ്റ് ടൈമിന് പോകാനും പറ്റില്ല. അപ്പോൾ അത് കാരണമാണ് കേട്ടോ ഞാൻ ഉച്ചയ്ക്കും വൈകുന്നേരത്തെയും വീഡിയോ അധികം അങ്ങനെ വരുന്നത്. നമുക്ക് ശനി ഞായറൊക്കെ ആണെങ്കിൽ മോളെടുത്ത് തരാനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. എന്നാലും നടക്കില്ല, അവരെ നീക്കാൻ വേണ്ടി നേരം വൈകും. അപ്പോഴും രാവിലത്തെ ശനി ഞായർ ഇത്തിരിയും കൂടെ നേരത്തെ അവർക്ക് പോകേണ്ടതിനെ കൊണ്ട് നമുക്ക് അങ്ങനെയും മാക്സിമം ഞാൻ ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു പാലക്കാടൻ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. എൻ്റെ അമ്മയൊക്കെ ചെറുതിൽ ഞങ്ങൾക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് അധികം എൻ്റെ ചെറുപ്പകാലത്ത് വീട്ടിലുണ്ടാവണ ഒരു കറികളിലൊന്നാണ്. അപ്പോൾ പെട്ടെന്ന് എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല ടേസ്റ്റുമാണ്. അതിനകത്ത് നമുക്ക് ഉണക്കമീനാണ് കോമ്പിനേഷൻ, അതും ഉണ്ട്. നമുക്ക് സ്രാവുണ്ട്, ഒരു കുഞ്ഞ് 2-3 കഷ്ണം സ്രാവ് ഉരുക്കിയിട്ടുണ്ട് കണ്ടോ, അതുകൊണ്ട് അത് നമുക്ക് വറുക്കുകയും ചെയ്യാം, ഈ കറിയും വയ്ക്കാം, മുളക് വറുക്കുകയും ചെയ്യാം. എന്നിട്ട് ഇത് കൂട്ടിയിട്ട് നമുക്കൊന്ന് ഉച്ചയ്ക്ക് അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കണം. അപ്പം ഇനി അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പം ഈ കറിയിലേക്ക് വേണ്ടത് അധികം സാധനങ്ങളൊന്നും വേണ്ട. നമുക്കൊരു 3-4 നമ്മുടെ എരിവിനനുസരിച്ച് ഞാനൊരു 5-6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പോയോ വറ്റൽമുളക്, പിന്നെ ചെറുള്ളി, വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ഒന്ന് ചതയ്ക്കാം. ചതച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഞാൻ ചെയ്യണത് കാണിക്കാം കേട്ടോ. അപ്പം നമുക്ക് ആ കറി ഉണ്ടാക്കാം കേട്ടോ. സ്റ്റവ് കത്തിച്ചിട്ടുണ്ട്, ചട്ടി വെച്ചു. ഇനി ചട്ടി ചൂടാവട്ടെ. ഈ കറിയുടെ പേര് മുളക് വറുത്ത പുളി. അതാണ് കേട്ടോ, സിമ്പിളാണ് സംഭവം. കാണുമ്പോൾ തോന്നുന്നു ഇതിപ്പോൾ എന്താണെന്നൊക്കെ ഒട്ടും മിക്ക ആൾക്കാർക്കും അറിയാൻ ഉണ്ടാവും. പക്ഷെ ഇത് അടിപൊളി ടേസ്റ്റാണ്. ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഉണക്കമീനും കൂടെ വേണം, അപ്പോഴാണ്. അല്ലെങ്കിൽ വറുത്ത മീനോ മത്തി വറുത്തതോ അതൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ കുരുമുളകൊക്കെ ഇട്ടിട്ട് മത്തി വറുക്കില്ലേ, അടിപൊളി. അപ്പോൾ പാകത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാവട്ടെ കേട്ടോ. എണ്ണ ചൂടായി, ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇത്തിരി കടുക്, പിന്നെ മുളകും ഉള്ളി, വറ്റൽമുളകും ചെറുള്ളി, വെളുത്തുള്ളിയും കൂടെ കുത്തിയത് അതും കൂടെ ഇട്ട് കൊടുത്തു. രണ്ട് തണ്ട് വേപ്പില അതുകൂടെ ഇതൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ലേശം മഞ്ഞൾപ്പൊടി, അതോടെ ഒന്ന് മൂത്ത് വരുമ്പോൾ എല്ലാം പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പൂച്ച വന്നിട്ട് ഓർമ്മയുണ്ടല്ലോ, പാകത്തിന് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിനകത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. റെഡി. ഇതൊന്ന് പുളി നല്ലോണം തിളച്ച് വേവണം. ആ ടൈം വരുമ്പോൾ വെയിറ്റ് ഇനി നമുക്ക് കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ ഇത്തിരി കൂടെ വെള്ളം വേണം കേട്ടോ നമുക്ക്. അപ്പോൾ ഒന്നും കൂടെ ഈ പുളി പൊഴിഞ്ഞിട്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളം വെച്ച് കൊടുക്കുക. ഓവർ പുളി വേണ്ട, ഇത്തിരി പുളി വേണേ. അതാണ് എൻ്റെ മുളക് വറുത്ത പുളി. അപ്പോൾ ആ മുളകിൻ്റെ കുത്തിയ മുളകിൻ്റെ ഉള്ളിയുടെയും ഇപ്പോൾ കൂടെ മൂപ്പിച്ചിട്ട് ഇതൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് ഇറക്കി. കാണാൻ ലുക്കില്ല എന്നേ ഉള്ളൂ, കഴിക്കാൻ അടിപൊളിയാണ്. ഓക്കെ, അപ്പം അത് സെറ്റ്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് തിളക്കട്ടെ.
അപ്പോഴേക്കും നമുക്ക് അപ്പുറത്ത് സ്രാവ് മീൻ വറുക്കുകയും ചെയ്യാം. അപ്പോൾ അതൊന്ന് അടച്ചേക്കട്ടെ കേട്ടോ. അടച്ചു വെച്ചു. ഇനി നമുക്ക് മീനിലേക്ക് സ്രാവ് മീൻ ഞാൻ എന്താ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. സ്രാവ് മീൻ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരമായി വെള്ളത്തിൽ മുറിച്ചിട്ടിട്ട് ഇതൊന്ന് 2-3 പ്രാവശ്യം കഴുകിയിട്ട് ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചെറുള്ളിയും കൂടെ നല്ല ചതച്ചിട്ടിട്ട് നമുക്ക് വറുക്കാം. മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് അപ്പുറത്തേക്ക് മാറ്റി വെച്ചു. ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻ വറുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുളക് വറുത്ത പുളി ഇപ്പുറത്തേക്ക് മാറ്റി. അതങ്ങനെ പുളി നല്ലോണം വേവട്ടെ, തിളച്ച് വേവട്ടെ. മീൻ വറുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ചൂടായാൽ ചൂടാകട്ടെ. മീനിൽ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചെറുള്ളി ചതച്ചിട്ടിട്ട്, അല്ലെങ്കിൽ നമുക്ക് മുളക് പൊടിയും ചെറുള്ളിയും കൂടെ അരച്ച് ചേർക്കുകയും ചെയ്യാം. ചതച്ചിടുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാണ്. നല്ലോണം ഒന്ന് ചതച്ചിട്ടിട്ട് മിക്സ് ചെയ്ത് ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇത് ഉണക്ക മീനാണല്ലോ. അപ്പം അതും കൂടെ മിക്സ് ചെയ്തിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതാ എണ്ണ ചൂടായി ഇട്ടുള്ളൂ. സ്പൂൺ എടുക്കട്ടെ കേട്ടോ. മീൻ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇത് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. നല്ല സ്മെല്ലൊക്കെ, ചെറുള്ളി ചതച്ചതിൻ്റെ ഒക്കെ നല്ല സ്മെല്ല. അടിപൊളിയായിട്ട് ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്യുന്നവരുണ്ടാവും കേട്ടോ. അപ്പോൾ മിക്കത് ഇപ്പോൾ യൂട്യൂബിലൊക്കെ ചേച്ചിമാരും അനിയത്തിമാരൊക്കെ ഉണ്ടാക്കിയിട്ട് കണ്ടിട്ടുള്ള ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടാവും. ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളിയാണ്. നമ്മുടെ പിള്ളേർ ഇറച്ചി മീനും മാത്രമൊന്നുമല്ല, അതല്ലാത്ത സമയങ്ങളിൽ ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ഫുഡുകളും അവർ കഴിച്ചിട്ട് വളരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചിലപ്പോൾ എങ്ങനെയെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇല്ലാത്തൊരു സമയം വരുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴും അവർ കഴിക്കണം. അതെന്താ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ എന്ന് പറഞ്ഞിട്ട് അവർ ആ ഫുഡ് മാറ്റി വയ്ക്കാൻ പാടില്ല. അപ്പം എല്ലാ തരം ഫുഡുകളും സിമ്പിളായിട്ടുള്ളത് നാടൻ രീതിയിൽ പണ്ട് നമ്മൾ കഴിച്ചോറുന്ന ഫുഡാണെങ്കിലും കൂടെ അവരെ കൊണ്ട് കഴിപ്പിക്കാൻ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുക. നമ്മൾ കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കാக അവരും കഴിച്ചോളും. ഇല്ലെങ്കിൽ നമ്മൾ വാരി കൊടുത്തിട്ട് കഴിപ്പിക്കാം. നമ്മൾ വാരി കൊടുക്കുക. നമ്മുടെ മക്കൾ ഇപ്പം എത്ര വലുതായാലും, ചില പിള്ളേരൊക്കെ ഒത്തിരി വലുതായി അയ്യോ നാണക്കേടാ മറ്റുള്ളവർ കാണുമ്പോൾ അങ്ങനെയൊന്നുമില്ല. എൻ്റെ അമ്മയൊക്കെ ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ മിക്കതും അന്നൊക്കെ ഇങ്ങനെയൊക്കെ മുളക് വറുത്തപ്പുള്ളിയോ അല്ലെങ്കിൽ ചമ്മന്തിയോ ഉണക്കമീനോ, ചിലപ്പോൾ ഉണക്കമീനോ ഒന്നും ഉണ്ടാവില്ല, മുളക് വറുത്തപ്പുള്ളി. അമ്മയ്ക്കൊരു ചമ്മന്തി കല്ലുണ്ട്, ചമ്മന്തി മുട്ടി കല്ലല്ല, മരം കൊണ്ട് ഉണ്ടാക്കണേ. എന്നിട്ട് ഈ എന്താ പറയുക, ചിരട്ട കയ്യിലുണ്ട് ആണ് അതിൽ ചമ്മന്തി ഇങ്ങനെ ഉടച്ചിട്ട് ഇങ്ങനെ അങ്ങനെയാണ് ഉണ്ടാക്കുക. അപ്പോൾ ഈ മുളക് ചുട്ടതും വെളുത്തുള്ളി ചുട്ടതും ഉപ്പും വെളിച്ചെണ്ണയും മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞരണ്ടിയിട്ടുള്ള ചമ്മന്തി ഇതിൻ്റെ അമ്മമ്മ ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ. ഒന്നും വേണ്ട, നമ്മുടെ കുഴിമന്തിയൊക്കെ അങ്ങോട്ട് മാറി നിൽക്കും. പക്ഷെ ഇത് ഡെയിലി നമുക്ക് ഇപ്പൊക്കെ നമുക്ക് കൊതിയാ. അന്ന് ഡെയിലി കിട്ടുമ്പോൾ നമുക്ക് ഇതോ ഇന്നും മുളക് വറുത്ത പുളിയാ, ഇന്നും ചമ്മന്തിയാ, വേറെ ഒന്നുമില്ല എന്ന് ചോദിച്ചിട്ട് വാശി പിടിക്കുമ്പോൾ അമ്മ അത് പ്ലേറ്റിൽ ചോറ് വിളമ്പി മുളക് വറുത്തപ്പുളിയും ഈ ഉടച്ചൊരു ചമ്മന്തിയും കൂടെ കൂട്ടി കുഴച്ച് വാരിത്തരും. ആ വാരി തരുമ്പോൾ ഈ വാശിയും കുറുമ്പൊക്കെ കാണിച്ച് കഴിക്കാണ്ടിരിക്കണ ഞങ്ങൾ 3 ആളും അത് വയറ് നിറയെ ആ ഒരു കിണ്ണം ചോറ് കഴിക്കും. ഇത് കോട്ടിക്കുറുമ്പൊക്കെ കാണിച്ചിരിക്കുമ്പോഴന്ന് ഇത് പറഞ്ഞ് അമ്മ വാരി തരുമ്പോഴേക്കും ചോറ് സൈക്കിൾ പോണ പോലെ എങ്ങനെ പോയിന്ന് അറിയില്ല. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് അമ്മ വാരി തരുന്നതിൻ്റെ ടേസ്റ്റ് അതുകൊണ്ട് ഒന്നാമതല്ല, മെയിൻ അമ്മ വാരി തരുന്നതിൻ്റെ ടേസ്റ്റ് കൊണ്ടാണ് ആ ചോറ് മൊത്തം കഴിക്കണം. അതിലൊരു ചമ്മന്തി അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപ്പായാലും ആ ചോറ് മൊത്തം കഴിക്കാറുണ്ട്. നമ്മൾ വാരി കൊണ്ടുമ്പോൾ ആ ടേസ്റ്റ് കിട്ടില്ല. ഇപ്പോഴും ഞാൻ ഇത്രയും പോന്നിട്ട് എനിക്ക് ഇത്ര പോകുന്ന മക്കളായി. പിന്നെ ഒരുവിധം എല്ലാവരും കളിയാക്കാറുണ്ട് കേട്ടോ. കളിയാക്കിയാലൊന്നും എനിക്ക് വിഷയമല്ല. എനിക്കിപ്പോഴും ഞാൻ നമ്മുടെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമ്മൾ കുറേ എപ്പോഴെപ്പോഴൊന്നും പോവില്ലല്ലോ. അപ്പോൾ ഞാൻ അവിടെ എല്ലാവരും കഴിക്കുകയാണെങ്കിലും ഞാൻ അമ്മോട് പറയും എനിക്കിപ്പോൾ വേണ്ട, അമ്മ കഴിച്ചിട്ട് അമ്മയ്ക്ക് വാരിത്താഴെ പറയും. ഇപ്പോഴും ആ വാരി ഉണ്ണണൊരു സുഖം അത് വേറെ, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും. അപ്പം നമ്മൾ അങ്ങനെയും ചെയ്യാം നമ്മുടെ മക്കൾക്ക്. നമ്മളുള്ളപ്പോഴല്ലേ ഇതൊക്കെ ചെയ്യുള്ളൂ. ഉള്ളപ്പോൾ അമ്മമാരില്ലാണ്ട് നമ്മളല്ലേ നമുക്കതിൻ്റെ അറിയുള്ളൂ. നമ്മളുള്ള കാലത്ത് നമ്മുടെ മക്കൾക്ക് വാരി കൊടുക്കുക, എന്താ അതിന് മോശത്തരം? ഒരു മോശത്തരവും ഇല്ല. അതൊക്കെ ഭയങ്കര പ്രൗഡായിട്ടുള്ള കാര്യമാണ്. അതൊന്നും അങ്ങനെയൊന്നും എല്ലാവർക്കും കിട്ടണ കാര്യമല്ല. ഒരുവിധ അമ്മമാർ എല്ലാവരും അങ്ങനെ അല്ല കേട്ടോ. വാരി കൊടുക്കുന്ന അമ്മമാരുണ്ടാവും. പിന്നെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തത്ര പോകുന്നില്ലേ, അങ്ങോട്ട് വാരുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഈ കോഴി കൊത്തി ആടണ പോലെ അങ്ങനെ ആക്കണവരും ഉണ്ടാവും. പക്ഷെ അതൊക്കെ നല്ലതനുസരിച്ചാൽ എന്നും വാരി കൊടുക്കണം എന്നല്ല, ഇടയ്ക്കൊക്കെ നമ്മൾ അങ്ങനെയും ചെയ്ത് നോക്കണം. അതൊരു ബോണ്ടിങ് അല്ലേ, നമ്മൾ തമ്മിലുള്ളൊരു അമ്മയും മക്കളും തമ്മിലുള്ള, അല്ലെങ്കിൽ അച്ഛനും മക്കളും തമ്മിലുള്ള ഒരു കണക്ഷൻ്റെ ഭാഗമാണ് പറയാം. അപ്പം ഞാനിതാ ആ വാർത്താ സംസാരത്തിൻ്റെ ഇടയിൽ നമ്മൾ മീനായി വറുത്ത് കോരി. ഇനി ആ എണ്ണയിൽ തന്നെ ഞാൻ ഒരു 3-4 പച്ചമുളകും കൂടെ വറക്കട്ടെ. ഉപ്പ് നിറച്ചിട്ടാണ് അതും കൂടെ വറക്കട്ടെ കേട്ടോ. വാരി കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു മോശമായിട്ടുള്ള കാര്യമല്ല കേട്ടോ. അതെല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല. അപ്പം എൻ്റെ വീട്ടിൽ ഏട്ടനും അനിയനും വൈഫും അവർക്കൊക്കെ ഭാര്യമാരുണ്ട്. ഏടക്കമ്മി നാത്തൂനുണ്ട്, അനിയത്തിയുണ്ട്, 2 ആളുകളുണ്ട്. ഏട്ടനും വൈഫുണ്ട്, അനിയനും വൈഫുണ്ട്. അപ്പോൾ അവർക്ക് 2 പേർക്കും അവിടെ നമ്മുടെ അന്നൊക്കെ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കുറേ. ഒരു ഹസ്ബൻഡ് അബ്രോഡ് ആവുന്ന സമയത്ത്. അപ്പോൾ ആ സമയത്തൊക്കെ ചട്ടിയിൽ മീൻ വറുത്ത് കഴിഞ്ഞാൽ ചട്ടിയിൽ ചോറ് വലിച്ചു കഴിഞ്ഞാൽ ആ ചട്ടിയിൽ ഞാൻ എല്ലാവർക്കും വാരി കൊടുക്കും. എൻ്റെ ഏടക്കമ്മയാണെങ്കിലും ശ്രുതിയാണെങ്കിലും അവരത് കഴിക്കാറുമുണ്ട്. അവർക്കൊന്നും അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. പ്രശ്നമുള്ളവരും ഉണ്ടാവും കേട്ടോ. അങ്ങനത്തെ ഒരു ചെയ്യണ്ട. അല്ലാത്തവർ വാരി കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം വാരി നമ്മുടെ മക്കൾക്കാണെങ്കിലും നമ്മുടെ അമ്മമാരാണെങ്കിലും വാരി തരുമ്പോൾ ഒരു പ്രാവശ്യങ്ങളൊന്ന് കഴിച്ചു നോക്കൂ. അത് കഴിച്ചിട്ട് ആ ടേസ്റ്റ് നിങ്ങൾക്ക് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഇടയ്ക്കിടയ്ക്ക് അമ്മ വാരി തന്നാൽ മതി. ഇനി മുളക് കൂടെ ആയിട്ട് നമുക്ക് ചോറുണ്ടാം കേട്ടോ. കറി റെഡിയായിട്ടുണ്ട്. ഞാനതിലേക്ക് മാറ്റി ഒഴിക്കട്ടെ, പാത്രത്തിൽ മാറ്റി വെക്കട്ടെ. ഇതും കൂടെ ആയി കഴിഞ്ഞാൽ നമുക്ക് ചോറ്. നമ്മുടെ കറി അടിപൊളി കറിയാ. കാണണ്ടോ? കണ്ടോ? സൂപ്പറാട്ടോ. ഇതൊക്കെ റെഡിയായി. ഇനി അവിടേക്ക് ഒന്ന് തുടച്ചിടട്ടെ. ഈ മുളക് ഞാൻ സിമ്മിലാക്കി വെച്ചിട്ടുണ്ട്, അതങ്ങനെ ആവട്ടെ. അപ്പോഴേക്കും ഇവിടെ തുടച്ചിട്ട് നമുക്കൊരു 2-3 പാത്രം കൂടെ മൂറി വയ്ക്കേണ്ട. അത് മൂറി വെച്ച് കഴിഞ്ഞാൽ മുളക് ഞാൻ സിമ്മിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതങ്ങനെ ആവട്ടെ. അപ്പോഴേക്കും ഞാൻ ഇവിടെയൊക്കെ കൈയോടെ ഒന്ന് തുടച്ചിട്ടിട്ട് നമുക്ക് കഴുകി വെക്കാൻ കുറച്ച് പാത്രങ്ങളുണ്ട്. അതും കൂടെ കഴുകി വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാം. എന്നിട്ട് കുറച്ച് കഴിക്കാനുള്ള സമയം കിട്ടുമെന്ന് അറിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ അലക്കിയിട്ടതുണ്ട്, അത് മാറ്റി വെക്കാനുണ്ട്. പിള്ളേർക്ക് വൈകുന്നേരം വരുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാക്കാൻ വെക്കുകയാണെങ്കിൽ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇന്നത്തത് ഇത്രയും വെച്ച് നിർത്തുകയും ചെയ്യാം. ഇതാ ഞാൻ കഴിക്കാൻ ചോറ് വിളമ്പിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് മുളക് വറുത്തപ്പുളി, നമ്മളെല്ലാ കറി ഒഴിക്കണ പോലെ ചിലർക്ക് കുറച്ച് കറി മതിയാവും. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് കുറേ അധികം ഒഴിക്കണം. നമ്മൾ രസമൊക്കെ ഒഴിക്കില്ലേ, അതുപോലെ ഇങ്ങനെ തോനെ ഒഴിക്കണം. എന്നിട്ട് ഒരു 2-3 കഷ്ണം മീനൂടെ ഇട്ട് കൊടുക്കുക. ഒരു ഉണക്കമീൻ വറുത്തതും. ഓ മോനെ സെറ്റ്, വേറൊന്നും വേണ്ട. ഇനി ഇത് കഴിക്കട്ടെ കേട്ടോ. അപ്പം ഇതാ ഇനി നമ്മൾ ചോറിനട്ടെ കേട്ടോ. ഞാൻ ചോറിനട്ടെ. ഇതൊക്കെ കൂടെ ഇങ്ങനെ ഈ മുളക് വറുത്തപ്പുളി ഇങ്ങനെ കൂട്ടി കുഴച്ചിട്ട് ഒരു ലേശം ഉണക്കമീനും കൂടെ ഇതിനകത്ത് വെച്ചിട്ട്
അടിപൊളിയാണ്. എനിക്ക് പറഞ്ഞിട്ട് ഞാൻ ഓവർ ആക്കല്ല, നമ്മൾ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കും. സൂപ്പറാണ്. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.